പല വ്യക്തികളും ബാങ്കിൽ ഒരു ലോണിന് വേണ്ടി അപ്രോച്ച് ചെയ്യുന്ന സമയത്താണ് ക്രെഡിറ്റ് സ്കോർ അഥവാ സിബിൽ സ്കോറിനെ കുറിച്ച് കേൾക്കുന്നത് തന്നെ. അപ്പോൾ അവർ ബാങ്ക് മാനേജറോടോ ബാങ്കിലെ എംപ്ലോയീസിനോട് പറയുന്നൊരു ഉത്തരമുണ്ട്. എൻ്റെ അക്കൗണ്ട് നോക്ക്, അല്ലെങ്കിൽ എൻ്റെ അക്കൗണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നോക്ക്. മികച്ച രീതിയിൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസുകൾ നടക്കുന്നുണ്ട്. എനിക്ക് സ്റ്റോക്കിൽ എനിക്ക് ഇത്ര സ്റ്റോക്കുകളുണ്ട്, മ്യൂച്വൽ ഫണ്ടിൽ എനിക്ക് ഇത്ര ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, എനിക്ക് കുറേ ബോണ്ടുകളുണ്ട്. എന്തുകൊണ്ട് എനിക്ക് ലോൺ പാസ്സാക്കി തരുന്നില്ല എന്നായിരിക്കും ചോദ്യം. എന്നാൽ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്താണ് ഈ സിബിൽ സ്കോർ, അത് എങ്ങനെ ഉണ്ടാകുന്നു എന്നതാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. എൻ്റെ പേര് ആൽബിൻ. ഇതേപോലെ അറിവുകൾക്ക് നിങ്ങൾ വളരെയധികം ഇൻട്രസ്റ്റ് ആണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ സിബിൽ സ്കോർ അഥവാ ക്രെഡിറ്റ് സ്കോർ എന്നത് 300-നും 900-നും ഇടയിലുള്ള ഒരു സ്കോറാണ്. അപ്പോൾ ഈ സ്കോർ പറയുന്നത് നിങ്ങൾക്ക് കടം തന്നാൽ അത് എത്രത്തോളം നിങ്ങൾ മികച്ച രീതിയിൽ തിരിച്ചടയ്ക്കും എന്നത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സ്കോറാണ് ഈ സിബിൽ സ്കോർ എന്നത്. ഇനി നിങ്ങൾക്ക് സിബിൽ സ്കോർ അഥവാ ക്രെഡിറ്റ് സ്കോർ ഇല്ല എങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ നിലവിൽ കടം ഇല്ല എന്നതാണ്. കടം ഉള്ളവർക്കാണ് സിബിൽ സ്കോർ ഉണ്ടാകുന്നത്. കടമില്ല എങ്കിൽ സിബിൽ സ്കോറും ഇല്ല. അതായത് ഫ്രഷ് ആയിട്ടൊരു വ്യക്തിയെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് നിലവിൽ സിബിൽ സ്കോർ ഇല്ല എങ്കിൽ കടവും ഇല്ല എന്നതാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ സിബിൽ സ്കോർ ഇല്ല എങ്കിൽ അത് മോശം പ്രവണതയല്ല, മറിച്ച് നല്ല പ്രവണത തന്നെയാണ്. കാരണം അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് നിലവിൽ കടം ഇല്ല എന്നതാണ്. കടം വരുത്തി വെക്കാൻ വളരെയധികം ഉത്സാഹമാണ് എല്ലാവർക്കും. എന്നാൽ അത് തിരിച്ചടയ്ക്കാനാണ് പ്രയാസം. അപ്പോൾ സിബിൽ സ്കോർ ഇല്ല എങ്കിൽ നല്ല കാര്യം തന്നെയാണ്. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് കടം ഇല്ല എന്നത് നല്ല കാര്യമാണ്. ഇനി സിബിൽ സ്കോർ എങ്ങനെ ഡെവലപ്പ് ആകുന്നു എന്നതാണ് നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്. പല കാര്യങ്ങളെയും മുൻനിർത്തിയാണ് സിബിൽ സ്കോർ അവിടെ ഡെവലപ്പ് ആവുന്നത്. ഒന്ന്, നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ കൃത്യമായിട്ടുള്ള ഉപയോഗം. 2, ക്രെഡിറ്റ് മിക്സ്, അതായത് പേഴ്സണൽ ലോൺ, കൺസ്യൂമർ ലോൺ, ഹോം ലോൺ, വെഹിക്കിൾ ലോൺ, ക്രെഡിറ്റ് കാർഡ്, ഇങ്ങനെ പല മിക്സുകൾ കൂടി ചേർന്നതാണ് ഇതിൻ്റെ മറ്റൊരു പോർഷൻ എന്ന് പറയുന്നത്. അതേപോലെ ലോൺ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട്, അതേപോലെ ലോൺ തിരിച്ചടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ കൂടിച്ചേർന്നുകൊണ്ടാണ് ഒരു ക്രെഡിറ്റ് സ്കോർ അഥവാ സിബിൽ സ്കോർ ഡെവലപ്പ് ആകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾക്ക് സിബിൽ സ്കോർ ഇല്ല എങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് നിലവിൽ കടം ഇല്ല എന്നതാണ്. അത് ഏറ്റവും മികച്ചത് തന്നെ ആണ്. ഇനി അടുത്ത മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടൊക്കെ നമുക്ക് സിബിൽ സ്കോർ കുറയാം എന്നതാണ്. ഒരു ലോണിന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കുന്നു, അങ്ങനെയാണെങ്കിൽ സിബിൽ സ്കോർ കുറയും. ഒരു ലോൺ എടുത്തിട്ടുണ്ട്, പ്രോപ്പറായിട്ട് അടച്ചില്ല, സിബിൽ സ്കോർ കുറയും. അതേപോലെ ഒരു ക്രെഡിറ്റ് കാർഡുണ്ട്, അത് പ്രോപ്പറായിട്ട് ഉപയോഗിച്ചില്ല, അതായത് അതിൻ്റെ ബില്ല് വന്നു, പ്രോപ്പറായിട്ട് അടച്ചില്ല, സിബിൽ സ്കോർ കുറയും. ഇങ്ങനെയുള്ള പല കാരണങ്ങളെയും മുൻനിർത്തിക്കൊണ്ട് ഇനി ബാങ്ക് നമ്മുടെ സിബിൽ സ്കോർ ചെക്ക് ചെയ്യുന്നു ഒരു ലോൺ തരാൻ വേണ്ടിയിട്ട്, കുറയും. അതേപോലെ തന്നെയാണ് ഒരു പേഴ്സണൽ ലോൺ ഞാൻ എടുത്തിട്ടുണ്ട്, എൻ്റെ കയ്യിൽ നിശ്ചിത എമൗണ്ട് വന്നു, ഞാൻ പെട്ടെന്ന് തന്നെ അടച്ചു തീർത്തു, സിബിൽ സ്കോർ കുറയും. എന്തുകൊണ്ട് അങ്ങനെ വന്നത്? അതായത് ബാങ്ക് നിങ്ങൾക്ക് കടം തന്നത് നിശ്ചിത ടൈം പീരീഡിലേക്ക് അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ നിങ്ങൾ ആ ക്യാപിറ്റലിലേക്ക് പെട്ടെന്ന് തന്നെ എമൗണ്ട് അടച്ച് ക്ലോസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്ക് കിട്ടേണ്ട പ്രോഫിറ്റാണ് ഇല്ലാതെ ആവുന്നത്. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ സിബിൽ സ്കോർ കുറയും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നിങ്ങളുടെ അസറ്റ് എത്രയുണ്ട് എന്നതല്ല, മറിച്ച് നിങ്ങൾക്ക് എത്ര കടമുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന ഒരു സ്കോറാണ് സിബിൽ സ്കോർ എന്നത്. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം പ്രോപ്പറാക്കി നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മികച്ച സിബിൽ സ്കോർ ഉണ്ടാക്കാൻ സാധിക്കും. അതായത് പ്രോപ്പറായിട്ട് നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യണം, അതായത് ലോൺ ആപ്ലിക്കേഷൻസുകൾ ആവശ്യത്തിന് മാത്രം മതി, അത് കുറയ്ക്കണം. നിങ്ങൾ എത്ര ചെക്ക് ചെയ്തു എന്നതല്ല, ബാങ്ക് എപ്പോഴൊക്കെ ചെക്ക് ചെയ്തു അതിനനുസരിച്ചാണ് കുറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെക്ക് ചെയ്യാം. എന്നാൽ ബാങ്കിന് ഇടയ്ക്കിടയ്ക്ക് ലോൺ ആപ്ലിക്കേഷൻ നമ്മൾ കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ സിബിൽ സ്കോർ അവിടെ കുറയും. ലോൺ പ്രോപ്പറായിട്ട് അടയ്ക്കുക, നേരത്തെ ക്ലോസ് ചെയ്യുന്നതും ഒഴിവാക്കുക. അതേപോലെ തന്നെ അവർ ഏത് ടൈം പീരീഡിലാണോ നമുക്ക് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ആ ടൈമിന് തന്നെ അടച്ചു പോകുക. ഇങ്ങനെയുള്ള ആക്ടിവിറ്റികളെല്ലാം തന്നെ വരുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ സിബിൽ സ്കോർ അഥവാ ക്രെഡിറ്റ് സ്കോർ ഉയരുക തന്നെ ചെയ്യും. അപ്പോൾ
ഇങ്ങനെയാണ് ഒരു സിബിൽ സ്കോർ ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നാൽ പലപ്പോഴും വ്യാജമായിട്ട് അല്ലെങ്കിൽ നമ്മൾ അറിയാതെ പല ലോണുകളും അല്ലെങ്കിൽ ലോൺ എൻക്വയറികളും വന്നിട്ടുണ്ടെങ്കിൽ സിബിൽ സ്കോർ കുറയും. ആ സമയത്ത് ഏത് ബ്രാഞ്ചിലൂടെയാണ് അല്ലെങ്കിൽ ഏത് ബാങ്കാണ് നിങ്ങളുടെ സിബിൽ സ്കോർ അനാവശ്യമായി ചെക്ക് ചെയ്തിട്ടുള്ളത്, അതുമുഖേന നിങ്ങളുടെ സിബിൽ സ്കോറിനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ബാങ്കിൽ പോയി കംപ്ലൈൻറ്റ് ചെയ്യേണ്ടതും അതിലൂടെ അത് പരിഹരിക്കേണ്ടതും നിർബന്ധമാണ്. കാരണം ഈയിടെയായിട്ട് നമ്മുടെ ഡാറ്റകൾ പലപ്പോഴും ലീക്ക് ആവുന്നത് കൊണ്ട് തന്നെ വ്യാജ എൻക്വയറികളും മറ്റും വരുന്നുണ്ട്. അതിലൂടെ നമ്മുടെ സിവിൽ സ്കോർ കുറയുന്നതായിട്ട് കാണാനുമുണ്ട്. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ പല ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും പേ ലെറ്റർ സംവിധാനം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അറിയാതെ പേ ലെറ്റർ മറ്റും ആക്റ്റീവായിട്ടുണ്ടെങ്കിൽ അത് ആക്റ്റീവായി കിടക്കും. അതും നെഗറ്റീവ് ഇമ്പാക്റ്റാണ് കാണിക്കുന്നത്. അപ്പോൾ ഏത് പേ ലെറ്റർ മുഖേനയാണോ അല്ലെങ്കിൽ ഏത് പ്ലാറ്റ്ഫോം മുഖേനയാണോ പേ ലെറ്റർ ആക്റ്റീവായിട്ടുള്ളത് അവരുടെ കസ്റ്റമർ കെയറുമായി കണക്ട് ചെയ്തുകൊണ്ട് ആ പേ ലെറ്റർ ക്ലോസ് ചെയ്യുന്നതാണ് നല്ലത്. അതും നമ്മുടെ സിബിൽ സ്കോറിനെ ഇമ്പാക്റ്റ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ സിബിൽ സ്കോറിനെ കുറിച്ചുള്ള മൊത്തം കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഈ വീഡിയോ വളരെ ഉപകാരമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ.